പാമ്പ് കടിയേറ്റ് മലപ്പുറം പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെത്തിയ യുവതിക്ക് ചികിത്സ നിഷേധിച്ച സംഭവത്തിൽ ആശുപത്രിക്കെതിരെ എടപ്പാൾ സ്വദേശി ശകല രംഗത്ത് വന്നു. തന്റെ ആരോഗ്യ പ്രശ്നം എന്തെന്ന് കണ്ടെത്താൻ ആശുപത്രിക്ക് കഴിഞ്ഞില്ല. ആമാശയത്തിന് മുറിവേറ്റതാണ് തുടർച്ചയായ ഛർദ്ദിക്ക് കാരണമെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പരിശോധനയിൽ വ്യക്തമായെന്ന് ശകല പറയുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി കൊടുത്തിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്നും ശകലയ്ക്ക് പരാതിയുണ്ട്. മലപ്പുറത്ത് നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വീട്ടിൽ വെച്ച് പാമ്പുകടി ഏൽക്കുകയും തുടർന്ന് പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയപ്പോൾ അവിടെ വെച്ച് ദുരനുഭവം ഉണ്ടാവുകയും ചെയ്തു എന്ന് 24-ലൂടെ തുറന്നു പറഞ്ഞ ഷഹല തസ്നിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. അവരിപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രിക്കും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കും DMOക്കും എല്ലാം പരാതി നൽകി ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നടപടിയും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയപ്പോൾ നിങ്ങൾക്ക് എന്താണ് സത്യത്തിലുള്ള ആരോഗ്യ പ്രശ്നമെന്ന് കണ്ടെത്താൻ കഴിഞ്ഞു അല്ലേ? അതെ, അതായത് ആമാശയത്തിൽ ഒരു കീറലുണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ നിന്നാണ് ബ്ലഡ് വന്നുകൊണ്ടിരിക്കുന്നതെന്നും ഡോക്ടർ പറഞ്ഞു. അഡ്മിറ്റ് ആവാനാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് ചെറിയൊരു 1.5 വയസ്സായ മോനുള്ളതുകൊണ്ട് അവിടെ അഡ്മിറ്റാണ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് വേണ്ട മെഡിസിൻ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പോരുക ചെയ്തത്. ഈ കീറലുണ്ടായത് നിങ്ങൾ നിരന്തരം വൊമിറ്റ് ചെയ്തതിനെ തുടർന്നല്ലേ? അതെ, കാരണം പാമ്പേടി ഏറ്റ് ഡിസ്ചാർജ് അതായത് ICU മാറിയതിന് ശേഷം മുതൽ ഞാൻ വൊമിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് 1 മാസത്തോളം വൊമിറ്റ് നിലനിന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു മുറിവ് വരാൻ കാരണം. അതേപോലെ ബ്ലഡ് ഓവറായിട്ട് വരാൻ കാരണം. ഇപ്പോൾ നിങ്ങളുടെ നിലവിലത്തെ ആരോഗ്യനില എന്താ? ഇപ്പോൾ വൊമിറ്റിംഗ് ഇപ്പോഴും ഉണ്ട്. അത് പതുക്കെ മാറുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മുറിവിൻ്റെ ആഴം കൂടുന്തോറും അത് വേറെ വല്ല അസുഖങ്ങൾക്ക് കാരണമാകാമെന്നും ഡോക്ടർ പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് പരാതി നൽകിയിട്ടും അതിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ആരും നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. എന്താ കാരണം നമുക്കറിയില്ല. പിന്നെ നമ്മളായിട്ട് സംസാരിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരും കൂടെ ഇല്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. ഇപ്പോൾ DMOയുടെ ഓഫീസിലൊക്കെ ബന്ധപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് എന്താണ്? എന്തെങ്കിലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും നടപടി സ്വീകരിക്കുക അങ്ങനെ എന്തെങ്കിലും അറിയാൻ പറ്റിയിട്ടുണ്ടോ? അതായത് അവിടുന്ന് പറഞ്ഞു, ഇന്നലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് 1 മാസം ടൈം എടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. ഷഹലയുടെ ഭർത്താവ് ഇസ്മായിൽ കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇവള് പരിശോധന നിഷേധിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടർ പറയുന്നുണ്ട് അവർ ആ മരുന്ന് കഴിക്കാൻ പറയണമെന്ന്. അങ്ങനെ കഴിക്കാൻ പറയുന്ന ആൾ പിന്നെ ഈ പൊന്നാനി സ്റ്റേഷനിൽ പോയി വന്നിട്ട് പിന്നെ ഈ മെഡിസിൻ തരുമെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഇവർക്ക് ചെയ്താൽ എന്താ കുഴപ്പം? അപ്പോൾ പിന്നെ ഈ ഡോക്ടറെ അടുത്തുനിന്ന് അനസ്ഥയല്ലേ ഈ കാരണം? ഇതൊരു മനുഷ്യനല്ലേ, ഈ ഒരു പെൺകുട്ടി ഒരു മനുഷ്യ രോഗിയല്ലേ. ഈ ആട്ടി പുറത്താക്കുക എന്ന് പറയുമ്പോൾ അവരോട് പറയാം ഇവിടെ ഇങ്ങനെയല്ല, നിങ്ങൾ വേറെ വല്ലതും കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അല്ലാണ്ട് ഇങ്ങനെ തള്ളി പറഞ്ഞേക്കാൻ നായി പൂച്ചയൊന്നുമല്ലല്ലോ. അതും ഇവർ എന്താണ് ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഇതൊന്നും നമ്മൾ ചോദിച്ചപ്പോൾ CCTV അവർ നോക്കിയെന്ന് പറയുന്നത്. എവിടെ നോക്കി എന്ത് നോക്കി ഒന്നും അറിയില്ല. തെറ്റൊക്കെ ഇവിടെ ഭാഗത്തുനിന്നാണ് പറയുന്നത്. അതിനൊരു നടപടി എടുക്കണമെന്നാണ് നമ്മളൊരു മുനീഫ് തിരൂരിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.